നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഫലം, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ യു പിയിലുണ്ടായ തിരിച്ചടിയുന്നത് ബി ജെ പിക്ക് നികത്താനാകാത്ത നഷ്ടം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. യു പിയിൽ പാർട്ടിയുടെ ആധിപത്യം കുറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി വളരെയധികം ദയനീയമായ ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. സമാജ്വാദി പാർട്ടി അവരുടെ ഏറ്റവും വലിയ ടാലിയായ 37 ലോക്സഭാ സീറ്റുകൾ എന്ന രീതിയിലേക്ക് അവരുടെ റെക്കോർഡ് ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ അഖിലേഷ് യാദവ് ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കുന്നത്. ഈ സർക്കാർ 2027 വരെ തുടരുകയില്ല, അതിനിടയിൽ തന്നെ ബി ജെ പിയുടെ സർക്കാർ നിലംപതിക്കും എന്ന വെല്ലുവിളിയാണ് അഖിലേഷ് യാദവ് ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവിൻ്റെ ഗംഭീരമായ പ്രകടനം ഇന്ത്യ മുന്നണിയെ ഉത്തർപ്രദേശിൽ 43 ലോക്സഭാ സീറ്റുകൾ നേടാൻ കാര്യപ്രാപ്തമാക്കി എന്നുള്ളത്. കോൺഗ്രസിന് 6ഉം സമാജ്വാദി പാർട്ടിക്ക് 37, അങ്ങനെ 43 ലോക്സഭാ സീറ്റുകളാണ് ഇരുവരും ചേർന്ന് അവിടെ നേടിയെടുത്തത്. ബി ജെ പിയുടെ അംഗസംഖ്യ 33 കുറയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി. കേവല ഭൂരിപക്ഷം ബി ജെ പി കിട്ടുന്നതിൽ നിന്നും നല്ല രീതിയിൽ അവർക്ക് പിന്നോട്ട് പോവേണ്ടി വന്നതിൽ ഒന്നാമത്തെ കാര്യം യു പിയിൽ മികച്ച ഒരു വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. അവർ ഏറ്റവും കുറഞ്ഞത് 50 സീറ്റുകളെങ്കിലും നേടും എന്ന പ്രവചനവുമായാണ് മുന്നോട്ട് വന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ വലിയ തോതിലുള്ള വോട്ട് ഷെയർ ഇടിവും സീറ്റ് കുറവും നന്നായി അവരെ ബാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു ഘട്ടത്തിൽ വാരണാസിയിൽ പരാജയപ്പെടുമോ എന്ന വലിയ ചിന്തയുണ്ടായിരുന്നു. ദേശീയ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടന്നിരുന്നു. ഇതിനകത്ത് പ്രത്യേകമായി പറയേണ്ടത്, യോഗി ആദിത്യനാഥിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള നീക്കങ്ങൾ ആഭ്യന്തരമായി ബി ജെ പിക്കുള്ളിൽ ചർച്ച നടക്കുന്നു എന്നത് മാത്രമല്ല, സഖ്യകക്ഷികളായ അപനാദൾ, നിലവിൽ അവരുടെ കൂടെ ഉള്ളത് അജിത് സിംഗിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകനായ ചൗധരി ചരൺ സിംഗിൻ്റെ RLD കൂടി ഉണ്ട്. എന്നാൽ പോലും ബി ജെ പിക്ക് അവിടെ പിടിച്ചു നിൽക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം 2027 ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കുന്നത്. ഇപ്പോഴേ തന്നെ ഉത്തർപ്രദേശിൽ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് അടിതെറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെ ഒരു വലിയ മാറ്റത്തിന് കളമൊരുക്കാൻ ശ്രമിക്കുമ്പോൾ സമാജ്വാദി പാർട്ടിയാകട്ടെ, സമാജ്വാദി പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാനുള്ള ഗണ്യമായിട്ടുള്ള പരിപാടികൾ നടത്തുന്നു. വളരെ വൈകാതെ തന്നെ ബി ജെ പിയിലെ പല നിയമസഭാ സാമാജികരും സമാജ്വാദി പാർട്ടിയിലേക്ക് ചേരും എന്ന് അഖിലേഷ് യാദവ് പറയുന്നത് വെറുതെയല്ല. വലിയ രീതിയിലുള്ള ജാതി ഇക്വേഷനാണ് സമാജ്വാദി പാർട്ടി നടത്തുന്നതെന്ന ബി ജെ പിയുടെ ആരോപണത്തെ തള്ളിക്കൊണ്ട് പരമ്പരാഗത രീതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ടാണ് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളെ ഇത്തവണ ഇറക്കിയത്. അതാണ് ബി ജെ പിക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായതും ബി ജെ പിയുടെ സീറ്റുകൾ പലതും നഷ്ടപ്പെടാനുണ്ടായ കാരണവും. യാദവ മുസ്ലിം ബെൽറ്റാണ് സമാജ്വാദി പാർട്ടിയുടെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞവരോട് അത് തിരുത്തി പറയിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം ആണ് അഖിലേഷ് യാദവ് നടത്തിയത് എന്നുള്ളത് ബി ജെ പിയെ വട്ടം കറക്കിയ ഒരു കാര്യം തന്നെയാണ്. ബി ജെ പിക്ക് ഇത്തവണ വലിയ തിരിച്ചടി നേരിട്ടു എന്നത് മാത്രമല്ല, തിരിച്ചടികളുടെ ഒരു പരമ്പര തന്നെയാണ് ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്നത്. യോഗി സർക്കാർ ഇപ്പോൾ ഉഴറുകയാണ്. അധികാരത്തിൽ നിന്നും ഒരുപക്ഷെ താഴെ ഇറങ്ങുന്ന രീതിയിലേക്ക് അവിടെ MLA-മാർ പോലും രാജിവെക്കാനുള്ള സാധ്യതയാണ് അഖിലേഷ് യാദവ് പറയുന്നത്. ഒരു ട്വിസ്റ്റ് വളരെ വൈകാതെ പ്രതീക്ഷിച്ചോളൂ എന്ന താക്കീതാണ് അഖിലേഷ് യാദവ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത്.